പല സ്ഥലങ്ങളും ബാക്കി വെച്ചാണ് നമ്മൾ പോകുന്നത്. ഹെറിറ്റേജ് ബിൽഡിംഗ് അല്ലേ, ഇതിന്റെ മൊത്തം എലികളാണ്. അടിപൊളി. പുള്ളിക്കാരൻ്റെ ആത്മാവ് ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ടെന്നായിരുന്നു. കൊച്ചുങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് വരരുത്. 7 വർഷമായിട്ട് കാണാത്തൊരു സ്ഥലം തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നടന്ന് ഇതുവരെ എത്തുന്നതിനിടയിൽ ഒരു കടയിൽ നിന്ന് എൻ്റെ പുറത്തോട്ട് എന്തോ വെള്ളം വാരി എറിഞ്ഞ് ഒരു ചേട്ടൻ മോളിൽ നിന്ന് പല്ല് വെച്ചിട്ട് തുപ്പി. പോകാൻ പോവാണ്. അവസാനത്തെ ദിവസം നമ്മളൊന്ന് ബ്ലൂ ലൈൻസ് കാണുകയാണല്ലേ. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ ജോധ്പൂർ ഞങ്ങൾക്ക് തന്ന സർപ്രൈസ്. ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി, ഇത് ആൻഡ് വെൽക്കം ടു അപ്പൂപ്പൻ അമ്മൂമ്മ ആൻഡ് വെൽക്കം ടു ഇനി അങ്ങോട്ടാ. അങ്ങനെ നമ്മൾ ജോധ്പൂർ വിട്ട് പോവാണ്, ബൈ ബൈ പറയുകയാണെന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് 3 വ്ളോഗായെങ്കിലും ഈ വ്ളോഗ് ശരിക്കും ഞങ്ങളുടെ ലാസ്റ്റ് വ്ളോഗാണ്. നമ്മൾ ശരിക്കും ബൈ ബൈ പറയാണ്. അതിനു മുമ്പ് ജോധ്പൂരിൽ 7 വർഷമായിട്ട് ഞങ്ങൾ കാണാത്ത 2 സ്ഥലങ്ങൾ, ഘണ്ടാഘർ എന്ന ക്ലോക്ക് ടവർ, അതുപോലെ ജോധ്പൂരിനെ ബ്ലൂ സിറ്റി ആക്കി മാറ്റിയ ബ്ലൂ വീടുകളുള്ള ബ്ലൂ ലൈൻസ്. ഈ 2 സ്ഥലങ്ങളാണ് ഈ വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ ഘണ്ടാഘർ വെച്ച് തുടങ്ങാം. അപ്പോൾ 1910 മഹാരാജ സർദാർ സിംഗ് കെട്ടിയതാണ് ഈ ക്ലോക്ക് ടവർ. അപ്പോൾ ജാനുവിയുടെ വാടി പോടാ കാലഘട്ടമായിരുന്നു അത്. ഞങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് എൻകറേജ് ചെയ്യാത്തതുകൊണ്ട് ആ കാലഘട്ടം ഭാഗ്യത്തിന് അധികം അങ്ങോട്ട് നീണ്ടില്ല. എവിടെ പോകുന്ന ഞാനേ ഘണ്ടാഘറിന്റെ മോളിൽ ക്ലോക്ക് ടവർ. ഞാൻ കയറിയിട്ടില്ല. അതാണ് ഇവിടുത്തെ പല സ്ഥലങ്ങളും ബാക്കി വെച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പം മഹാരാജാവ് ആ കാലത്ത് യൂറോപ്പിലൊക്കെ ഉള്ള ക്ലോക്ക് ടവേഴ്സ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ആ കാലത്ത് ഉണ്ടാക്കിയ ഒരു ക്ലോക്ക് ടവറാണിത്. യൂറോപ്യൻ ആൻഡ് രാജ്പുട്ട് ആർക്കിടെക്ചറൽ സ്റ്റൈൽസിൻ്റെ ഒരു മിക്സ്ചറായ ഇത് അന്നത്തെ മാത്രമല്ല ഇന്നത്തെയും ഒരു കിടിലൻ ലാൻഡ്മാർക്കാണ്. അന്ന് പക്ഷേ ആളുകൾക്ക് സമയം നോക്കാനുള്ളൊരു മാർഗവും കൂടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പം നല്ല മഴക്കോളും ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥയായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ നിന്ന് മെഹ്റാൻഗഡ് ഫോർട്ടിന് ഇത്ര അടിപൊളി ഒരു വ്യൂ ഉണ്ടെന്ന് ഞാനും അന്നാണ് മനസ്സിലാക്കിയത്. ജാനുമി സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു ആ വ്യൂ ഒക്കെ കണ്ടിട്ട്. അവിടെ ബില്ലടിക്കാൻ നേരത്തെ അവിടെ ഭയങ്കര എലിയുടെ സൗണ്ട്. അപ്പം ഹെറിറ്റേജ് ബിൽഡിംഗ് അല്ലേ, ഇതിന്റെ മൊത്തം എലികളാണ്. അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ പറ. അപ്പം നമ്മൾ ക്ലോക്ക് ടവറിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അന്ന് നമ്മൾ മെഹ്റാൻഗഡ് ഫോർട്ടും കണ്ടുകൊണ്ട് കഴിക്കാനുള്ള സെറ്റപ്പിനൊക്കെ വന്നത് നടക്കാതെ വീട്ടിൽ പോയി. ഇന്ന് നമ്മൾ പിന്നെയും അതിന് അറ്റംപ്റ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ലൈറ്റ് കത്തുമോന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഈ സർദാർ മാർക്കറ്റ് എന്ന് പറഞ്ഞ് ഈ ഘണ്ടാഘർ മാർക്കറ്റ് എന്നും പറയും, ഘണ്ടാഘർ ക്ലോക്ക് ടവറിൻ്റെ അവിടെയുള്ള മാർക്കറ്റിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മെഹ്റാൻഗഡ് ഫോർട്ടിൽ ലൈറ്റ് കത്തിക്കഴിഞ്ഞ് ഇവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് പോവാം എന്നുള്ള പരിപാടിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം മെഹ്റാൻഗഡ് ഫോർട്ടിൽ ലൈറ്റ് കത്തി ഞങ്ങൾ ഫുഡും കഴിച്ചു. അത് പക്ഷേ കഴിഞ്ഞ വ്ളോഗിലാണ്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ മുകളിൽ കൊടുത്തേക്കാൻ കണ്ടു നോക്കണേ. ഈ വ്ളോഗിൽ എന്തായാലും ലെറ്റ്സ് എക്സ്പ്ലോർ ക്ലോക്ക് ടവർ ആൻഡ് ബ്ലൂ ലൈൻസ്. കയറാൻ പറ്റുമോ? അപ്പോൾ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും പ്രിസിഷനിൽ ഒരു ക്ലോക്ക് ടവർ അവരുണ്ടാക്കി എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണല്ലേ. അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അത് വർക്കിംഗ് ആണ്. അപ്പോൾ അമ്മ പറഞ്ഞ പോലെ അതിൻ്റെ മേളിൽ അതിൻ്റെ ഒരു മെക്കാനിസം മാത്രമേ കാണാനുള്ളൂ. പക്ഷെ അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു.
അമ്മച്ചി ഓ അമ്മച്ചി 2 ഇതിന്റെ സ്വന്തം അമ്മായിയമ്മ അമ്മച്ചി എന്നൊക്കെ വിളിക്കുന്നതിന് നമ്മുടെ വ്യൂവേഴ്സ് തന്നെ എടുത്തിട്ട് ചാമ്പ്. ആർക്കെങ്കിലും ഇത്ര ഫ്രീഡം ഒക്കെ കിട്ടുമോ അമ്മച്ചി? പുള്ളിക്കാരൻ്റെ ആത്മാവ് എവിടെയൊക്കെ കറങ്ങി അടക്കുന്നുണ്ടെന്നായിരുന്നു. അങ്ങനെ 7 കൊല്ലമായിട്ട് കയറാത്ത ക്ലോക്ക് ടവർ ചെക്ക്. ഇനി അടുത്തത് ബ്ലൂ ലെയിൻസ്. അത് ഞങ്ങൾ ചില ആർട്ടിക്കിളൊക്കെ വായിച്ച് ചില കോർഡിനേറ്റ്സ് ഒക്കെ തപ്പിപ്പിടിച്ച് അങ്ങോട്ട് വെച്ച് പിടിക്കുകയായിരുന്നു. പാക്കിങ്ങിനിടയിൽ ജാനുമി രാവിലെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാനും ഉണ്ണിയും ബൈക്കിലിറങ്ങി. ബിക്കോസ് അങ്ങോട്ട് കാറിൽ പോകുന്നത് പോസിബിൾ അല്ല. കുട്ടി ഗലീസാണ്, അതേ കണ്ടില്ലേ, അപ്പുറത്തും ഇപ്പുറത്തും പശുവും ആടും എല്ലാം ഉള്ള ചെറിയ ചെറിയ വഴികളിലൂടെ. അത് ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ ഒരു പിടിയും ഉണ്ടായിരുന്നില്ല എങ്ങോട്ട് പോകണം എന്ന്. ഫൈനലി 1-2 ബ്ലൂ വീടുകൾ കാണാൻ തുടങ്ങി. അപ്പം ആ ഒരു ദിശയിലേക്ക് വെച്ച് അങ്ങ് പിടിച്ചു. അല്ലാതെ എവിടെ എക്സാക്ട്ലി എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവിടെ ഇവിടെയും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ചില ബ്ലൂ വീടുകൾ കാണാൻ തുടങ്ങിയെങ്കിലും എവിടെയാണ് ഈ ബ്ലൂ സിറ്റി, ബ്ലൂ ലെയിൻസ് എന്ന് ഞങ്ങളിങ്ങനെ തപ്പി കുറേ നേരം നടന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 7 വർഷമായിട്ട് കാണാത്തൊരു സ്ഥലം തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. ബ്ലൂ സിറ്റി പറഞ്ഞു തരുമ്പോൾ ബ്ലൂ സിറ്റിയിലാണ് താമസം. പക്ഷേ ഈ സിറ്റിയിലെ ബ്ലൂ ഒന്നും നമ്മൾ വലുതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ആക്ച്വലി നമ്മളൊരു ആർട്ടിക്കിളിൽ നോക്കി അതിനകത്ത് ഗൂഗിൾ കോർഡിനേറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലം തപ്പിയാണ് വന്നത്. അതൊന്നും ഇവിടെ വന്നിട്ട് മനസ്സിലൊന്നും ആവുന്നില്ല. ഉണ്ണി അവിടെ ഒരു കടയിൽ പോയി വഴിയൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, ബ്ലൂ വീടുകളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. നമ്മൾ മനസ്സിൽ കണ്ടിരുന്ന ഒരു ബ്ലൂ ലെയിൻസ് ഒന്നും അവിടെ ഇല്ല. എങ്കിലും ഞങ്ങൾ തോൽവി സമ്മതിച്ചില്ല. ഉള്ള ബ്ലൂ വീടുകൾ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വെച്ച് പിടിച്ചു. இந்த സ്ഥലം தெரியுமா? ഈ വീട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഉലകത്തെ കാട്ടച്ചൊല്ല്. യെസ്, അതിൻ്റെ ആ സോങ്ങിൻ്റെ പോർഷൻസ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. എന്തായാലും ഞങ്ങൾ ബ്ലൂ സിറ്റിയിലൊക്കെ കുറച്ച് നേരം കറങ്ങി അവിടെ ഒരു പോണ്ട് ലേക്കോ പോലത്തെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അപ്പം നാളെ നമ്മൾ ജോധ്പൂർ വിടാൻ പോവാണ്. 7 വർഷം താമസിച്ചൊരു സ്ഥലം. അത് വിടുന്നതിൻ്റെ ഒരു ഇമോഷനിലായിരുന്നു ഞങ്ങൾ. നമ്മൾ ജോധ്പൂർ വിട്ട് പോകാൻ പോവാണ്. അതിന് മുമ്പ് അവസാനത്തെ ദിവസം നമ്മളൊന്ന് ബ്ലൂ ലൈൻസ് കാണുകയാണല്ലോ. അപ്പോൾ ബ്ലൂ ലൈൻസിൻ്റെ ഭംഗി മാത്രം കാണിച്ച് നിങ്ങളെ പറ്റിക്കുന്നത് ശരിയല്ലല്ലോ. അവിടുത്തെ ചവർ, അതിനെക്കുറിച്ച് പറയണം. അപ്പോൾ അതാണ് സുഹൃത്തുക്കളെ, ഇത്രയൊക്കെ ഉള്ളൂ ബ്ലൂ സിറ്റി. സത്യം പറഞ്ഞാൽ നടന്ന് ഇതുവരെ എത്തുന്നതിനിടയിൽ ഒരു കടയിൽ നിന്ന് എൻ്റെ പുറത്തോട്ട് എന്തോ വെള്ളം വാരി എറിഞ്ഞ് ഒരു ചേട്ടൻ മോളിൽ നിന്ന് പല്ല് വെച്ചിട്ട് തുപ്പി. അത് തൊട്ടില്ലെന്ന് പറഞ്ഞ് തൊട്ട് ബാക്കിൽ പോയി വീണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ തറയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചാണകവും പട്ടിത്തീട്ടും വേറെ എന്തൊക്കെയാണെന്ന് എനിക്കറിഞ്ഞൂടാ, അതെല്ലാമായിട്ട് കിടക്കുകയാണ്. എനിക്കറിഞ്ഞൂടാ ഈ പുറത്തുനിന്നൊക്കെ ഫോറിനേഴ്സ് ഇവിടെ വന്ന് കണ്ടിട്ട് നമ്മുടെ നാടിനെക്കുറിച്ച് എന്തും വിചാരിച്ചിട്ടാണ് പോകുന്നത്. നമുക്ക് തന്നെ സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് എത്ര സാൽ മുമ്പ് വരണമായിരുന്നു? 7.5 വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ ഇവിടെ ബ്ലൂ സിറ്റി ഒക്കെ കാണാമായിരുന്നു. ഇവിടെ നിങ്ങളിങ്ങനെ നടന്നിട്ട് കാര്യമില്ല. അവിടെ ഇവിടെയും കുറച്ച് ഇപ്പോൾ കാണിച്ചില്ല നമ്മൾ, അതുപോലെ കുറച്ച് വീടുകളേ ഉള്ളൂ. പിന്നെ വന്ന് കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് കിട്ടാനാണെങ്കിൽ അവിടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോകാം. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ജാനുമേ വീട്ടിലാക്കിയിട്ടാണ് വന്നത്. ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ അധികം നിന്ന് കറങ്ങുന്നില്ല. പിന്നെ നമ്മുടെ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ഒരു ഫാമിലി ചാനലൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ചാനൽ കണ്ട് ആരെങ്കിലും ഇവിടെ വരാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, കൊച്ചുങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് വരരുത്. വേറൊന്നും കൊണ്ടല്ല, വൃത്തിയില്ലാത്തതുകൊണ്ടാണ്. മാനേജ് ചെയ്യാൻ പറ്റൂല, അവരെ താഴെ ഇറക്കാൻ പറ്റൂല. പിന്നെ ഇത്രയും ഇത് ഫുൾ ഇങ്ങനെ മറ്റേ സ്ലോപ്സ് ആണ്, അത് മൊത്തം കയറ്റങ്ങളാണ്. വെള്ളം പിന്നെ ആളുകൾ കഴുകി ഇറക്കും.
നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു മറ്റേ പുഴ ഒഴുകി വരുന്നതാണ്, നോക്കുമ്പോൾ ഏതോ വീട്ടിൽ നിന്ന് കഴുകി ഇറക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പാടാണ് ഇവിടെ വരാൻ. പക്ഷേ കുറച്ച് കാണാനുണ്ട്. ഇനി നിങ്ങൾ ഒരു 2 വർഷം കഴിഞ്ഞ് വരുവാണെങ്കിൽ മേ ബി ഈ വീടുകൾ പോലും ഇവിടെ കാണില്ലായിരിക്കും. ചിലപ്പോൾ ബെറ്റർ ആവാം, ചിലപ്പോൾ ബെറ്റർ ആവാം. ചിലപ്പോൾ ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത്. പക്ഷെ എന്തായാലും 7 വർഷം ഇവിടെ താമസിച്ചിട്ട് ബ്ലൂ സിറ്റി, ബ്ലൂ ലൈൻസ് കാണാതെ പോകാൻ തോന്നാത്തതുകൊണ്ട് ഞങ്ങൾ പാക്കിങ്ങിൻ്റെ ഇടയിൽ പകുതിക്ക് വെച്ച് വന്നിരിക്കുകയാണ്. നമ്മുടെ നാടിനെ മോശമാക്കി കാണിക്കാൻ പറഞ്ഞല്ല കേട്ടോ, ഞങ്ങൾ വിശ്വസിച്ച് അവിടെ പോകുന്നവർ ഡിസപ്പോയിൻറ്റഡ് ആവാതിരിക്കാനും പിന്നെ ട്രൂലി ഈ അവസ്ഥയൊക്കെ മാറണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. മായേനെയും കൊണ്ട് ആദ്യമായിട്ട് വന്ന സ്ഥലമാണ്, നാളെ പോവുക. അങ്ങനെ അവസാനമായിട്ട് ഞങ്ങളുടെ ഫേവററ്റ് ജനതയിൽ കയറിയൊരു ജ്യൂസും കുടിച്ചു. പിന്നെ ജോധ്പൂരിൽ മിസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു സാധനം ബേൽ ജ്യൂസ്, അതും കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. ഇത് ഞാൻ ജോധ്പൂരിൽ മാത്രം കണ്ടിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ, ബേൽ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വ്ളോഗ്. നമ്മൾ ജോധ്പൂരിനോട് ബൈ ബൈ പറയുന്ന വ്ളോഗ് ഇവിടെ തീരെയായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ പുതിയ സ്ഥലത്ത് നമുക്ക് കാണാം. ഓൺ ദ വേ നമ്മൾ ട്രിപ്പിന്, അതായിരിക്കും അടുത്ത വ്ളോഗ്. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്ക് ടു മെഹ്റാൻഗർ. ബൈ ബൈ. ഇനി കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു, നെക്സ്റ്റ് ഡേ ഞങ്ങൾ പാക്ക് ചെയ്ത് ജോധ്പൂരിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജോധ്പൂർ ഞങ്ങൾക്കൊരു വലിയ സർപ്രൈസ് തന്നു. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഇത്ര അടിപൊളി റെയിൻബോ അത് കണ്ടിട്ടില്ല. അത് ജോധ്പൂർ ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റായിട്ട് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. താങ്ക് യു ജോധ്പൂർ, വിൽ ട്രൂലി മിസ് യു. അപ്പോൾ ജോധ്പൂർ ജാനുമി പറയുന്ന പോലെ പിന്നെ കാണാമീ.